നമ്മളിൽ പല ആളുകൾക്കും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്. അതായത് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടിന്റെ പാസ്വേഡ് പല ആളുകൾക്കും മറന്നു പോകാറുണ്ട്. ഇതെപ്പോഴാണ് നമുക്ക് ഓർമ്മ കാണുക എന്നറിയാമോ? അതായത് നമ്മൾ ഈ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ചിലപ്പോൾ കേട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ മൊബൈൽ വാങ്ങുമല്ലോ, അതിലേക്ക് നമ്മൾ ഇതേ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഈ ഒരു പാസ്വേഡിന്റെ കാര്യം തന്നെ പല ആളുകളും ഓർമ്മിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കും. ഈ ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചാലോ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിൽ റിക്കവർക്ക് വേണ്ടി നമ്മൾ ഏത് മെയിൽ ഐ ഡി ആണ് കൊടുത്തത്, ഏത് മൊബൈൽ നമ്പർ ആണ് കൊടുത്തത്, അതിലേക്കായിരിക്കും വെരിഫിക്കേഷൻ കോഡ് പോവുക. അപ്പോൾ നിലവിൽ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് പുതിയ മൊബൈലിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ അതിൽ ചിലപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഒക്കെ അതിലായിരിക്കും നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിലേക്ക് ഒരുപാട് ഫയലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. എല്ലാം ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിലായിരിക്കും ഉണ്ടാകുക. ഒറ്റയടിക്ക് ഈ ഒരു ഡാറ്റകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് നഷ്ടമാകുകയും ചെയ്യും. എന്നാൽ നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് നഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ മുകളിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ടാബുകൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അതിൽ സെക്യൂരിറ്റി എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസ്വേഡ് എന്ന ഓപ്ഷൻ. അവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ കൊടുത്തിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ പാസ് കോഡ് അത് എൻ്റർ ചെയ്താൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ന്യൂ പാസ്വേഡ്, അതായത് നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ന്യൂ പാസ്വേഡ് എന്ന ഭാഗത്ത് 8 ക്യാരക്ടറുള്ള പുതിയൊരു പാസ്വേഡ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ക്യാരക്ടറും അതുപോലെ തന്നെ എന്തെങ്കിലും സിമ്പിളും ഒക്കെ ആയിട്ട് നിങ്ങൾ നല്ലൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതും ഇവിടെ കൺഫേം കൊടുത്തിട്ട് ഇവിടെ ചേഞ്ച് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ആകും. ഓക്കെ, അതിനുശേഷം ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോൺ നമ്പർ ഇത് നിങ്ങളുടെ തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ല എങ്കിൽ ഇവിടെ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഏതും ഓപ്പൺ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പാസ് കോഡ് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ വരിക. ഓക്കെ, ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ല എങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുക. തൊട്ട് താഴെ നമുക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ റിക്കവറി ഫോൺ നമ്പർ എന്ന ഭാഗത്ത് ഏറെ മാർക്കുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതും ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ കൊടുത്ത പാസ് കോഡ് എൻ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ വരിക. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കാണാൻ സാധിക്കും. നിലവിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഫോൺ നമ്പർ ആണെങ്കിൽ ഇവിടെ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് പുതിയ നമ്പർ നിങ്ങൾ മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ അത് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ മൊബൈലിലേക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡി, ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. തൊട്ട് താഴെ ഇവിടെ റിക്കവറി ഇമെയിൽ ഐ ഡി, അവിടെയും ആരോ മാർക്കുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പാസ് കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ വരിക. എന്നിട്ട് ഇത് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ റിക്കവറിക്ക് വേണ്ടി കൊടുത്ത ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് പരിചയമുള്ളതാണോ എന്ന് നിങ്ങൾ നോക്കുക. ഇല്ല എങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുക. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ മൊബൈൽ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ മൊബൈൽ ഡാമേജ് ആയാലോ പുതിയ മൊബൈൽ നിങ്ങൾ വാങ്ങിയിട്ട് ഇതേ മെയിൽ ഐ ഡി നിങ്ങൾ ആ ഒരു പുതിയ മൊബൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനോ ലോഗിൻ ചെയ്യാനോ ഉപയോഗിക്കാനോ സാധിക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.